പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. നമ്മൾ ഓരോ ദിവസവും കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഏപ്രിൽ 30, ഈ മാസത്തിന്റെ ലാസ്റ്റ് ഡേറ്റ്. നാളെ ഒരു പുതിയ ദിവസം ആരംഭിക്കുകയാണ്. നമ്മൾ ഓരോ ദിവസവും നമ്മളുടെ ആകാംക്ഷ, അതായത് പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനുള്ളൊരു ആകാംക്ഷ അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മുടെ നോളജ് വർദ്ധിക്കുകയും അത് നമ്മുടെ കോൺഫിഡൻസ് അത് കൂട്ടുകയും ചെയ്യും. ഓരോ പരീക്ഷകളിലും മാത്രമല്ല ഓരോ ഏരിയയിലും നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. ജേഡീസ് കറണ്ട് അഫയേഴ്സ് ഓരോ ദിവസവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. ഈ ഒരു മാസം എന്ന് പറയുമ്പോൾ ഇലക്ഷൻ്റെ സമയമാണ്. വളരെ കുറവാണ് കറണ്ട് അഫയേഴ്സ്. ഗവൺമെന്റ് സൈറ്റിൽ തന്നെ വളരെ കുറവാണ് ഇപ്പോൾ ആക്ടിവിറ്റീസ് വരുന്നത്. കാരണം ഇലക്ഷൻ ആയതുകൊണ്ടായിരിക്കാം. എന്നാൽ പോലും ഒരു ദിവസം പോലും മുടങ്ങാതെ കറണ്ട് അഫയേഴ്സ് നൽകാൻ ജേഡീസ് കറണ്ട് അഫയേഴ്സ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് പോകാം. 7 ഘട്ടങ്ങളായിട്ട് ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ത്രിപുരയിലെ ബ്രൂ കുടിയേറ്റക്കാർ ആദ്യമായിട്ട്, അതായത് 2024 ലോക്സഭ ഇലക്ഷനിൽ വോട്ട് ചെയ്തു. ഇത് ത്രിപുരയിലെ ബ്രൂ എന്ന കുടിയേറ്റക്കാരാണ്. റിയാങ് എന്ന പേരിലും അറിയപ്പെടുന്ന ഈ ഒരു മൈഗ്രൻസ്, ഈ ഒരു കുടിയേറ്റക്കാർ മിസോറാമിൽ നിന്നാണ് ത്രിപുരയിലേക്ക് എത്തിയിട്ടുള്ളത്. അതായത് 1997 മിസോ ട്രൈബ് ആയിട്ടുള്ള ഒരു കലാപത്തിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. അതിനുശേഷം ഒരു ത്രിപുരയിലേക്ക് എത്തുകയും ഒരു പ്രത്യേകിച്ച് സെറ്റിലാകാൻ വേണ്ടി സ്ഥലം ഇല്ലാത്തതിന്റെ ഭാഗമായിട്ട് പിന്നീടുണ്ടായ പല പ്രശ്നങ്ങളും അതിനുശേഷം കേന്ദ്ര ഗവൺമെന്റ് മുൻകൈയെടുക്കുകയും 2020 ജനുവരി നടന്നിട്ടുള്ള ഒരു എഗ്രിമെന്റ് പ്രകാരം മിസോറാം, ത്രിപുര, കേന്ദ്ര ഗവൺമെന്റ്, മിസോ ട്രൈബ്സ് നടത്തിയിട്ടുള്ള ഒരു എഗ്രിമെന്റ് പ്രകാരം ഇവർ ത്രിപുരയിൽ സെറ്റിലായി. 32,000 ബ്രൂ മൈഗ്രൻസ് ആണ് ആ സമയത്ത് ത്രിപുരയിൽ സെറ്റിലായിട്ടുള്ളത്. അപ്പോൾ ഈ കുടുംബത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് സഹായിച്ചിട്ടുള്ള ഒന്നെന്ന് പറയുമ്പോൾ ഓരോ കുടുംബത്തിനും 4 ലക്ഷം രൂപയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റും കൂടാതെ 2 വർഷത്തേക്ക് ഫ്രീ റേഷനും 5,000 രൂപ മാസം ഒരു സ്റ്റൈഫൻഡ് എന്ന നിലയിലും നൽകാൻ തുടങ്ങി. ബ്രൂ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഈ കമ്മ്യൂണിറ്റിയുടെ സെറ്റിൽമെന്റിന് വേണ്ടി. പെൺകൂട്ട് വനിതാ ഫിലിം സൊസൈറ്റി എന്ന പേരിൽ ഒരു ഫിലിം സൊസൈറ്റി 2024 മെയ് 1 കോഴിക്കോട് ആരംഭിക്കുകയാണ്. അതായത് ഇന്ന് കേരളത്തിൽ തിരുവനന്തപുരം, കോട്ടയം കഴിഞ്ഞാൽ പിന്നെ 3ാമത്തെ ഒരു ഫിലിം സൊസൈറ്റി ആണ് വരാൻ പോകുന്നത്. ഈ മെയ് 1 പെൺകൂട്ട് വനിതാ ഫിലിം സൊസൈറ്റി എന്ന പേരിൽ ആണ് മെയ് 1 ആരംഭിക്കുന്നത്. ഇത് കോഴിക്കോടാണ്. അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ സംഘടന എന്ന നിലയിൽ 14 വർഷത്തെ വിജയകരമായിട്ട് പൂർത്തിയാക്കിയിട്ടുള്ള ഒരു സംഘടനയാണ് പെൺകൂട്ട്. ഇപ്പോൾ കലാരംഗത്ത് ചിറക് വിരിക്കുന്ന പെൺകൂട്ട് എന്ന ഈ ഒരു സംഘടനയാണ് പെൺകൂട്ട് വനിതാ ഫിലിം സൊസൈറ്റി എന്ന പേരിൽ മെയ് 1 കോഴിക്കോട് ആരംഭിക്കുന്നത്. ഈ ഒരു ഫിലിം സൊസൈറ്റിയുടെ ഉദ്ഘാടനം മേയർ ബീന ഫിലിപ്പ് ആണ് നിർവഹിക്കുക. 2024 ഏപ്രിലിൽ ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെന്റ് ഏജൻസിക്ക് ഇന്ത്യൻ സർക്കാർ നൽകിയ ഏറ്റവും പുതിയ അംഗീകാരം എന്താണ്? നവരത്ന പദവി. 1987 ആരംഭിച്ചിട്ടുള്ള ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെന്റ് ഏജൻസി IREDAക്ക് നവരത്ന സ്റ്റാറ്റസ് ലഭിച്ചിരിക്കുകയാണ്. ഇന്ന് ഇന്ത്യയിൽ 17ാമത്തെ ഒരു കമ്പനിയാണ് നവരത്ന സ്റ്റാറ്റസ് ലഭിക്കുന്നത്. അതായത് നവരത്ന സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ 5,000 കോടി രൂപയുടെ അറ്റാദായം ഒരു വർഷം ഉണ്ടെങ്കിൽ മാത്രമേ നവരത്ന സ്റ്റാറ്റസ് ലഭിക്കുകയുള്ളൂ. 17ാമത്തെ നവരത്ന സ്റ്റാറ്റസ് ലഭിച്ചിട്ടുള്ള കമ്പനിയാണ് IREDA. മഹാരത്ന എന്ന് പറഞ്ഞാൽ 15,000 കോടി രൂപയുടെ ടേൺ ഓവർ ഉണ്ടെങ്കിൽ മാത്രമേ മഹാരത്ന എന്ന് ലഭിക്കുകയുള്ളൂ. അത് ഏറ്റവും ടോപ്പ് ലെവലിൽ 2ാം സ്ഥാനത്ത് വരുന്ന ഒന്നാണ് നവരത്ന. ഇപ്പോൾ 17ാമത്തെ നവരത്ന കമ്പനിയാണ് ഇന്ത്യയിൽ ഉള്ളത്. കൂടാതെ 75 മിനിരത്ന കമ്പനികളും. 2024 21ാമത് അണ്ടർ-20 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ എത്ര സ്വർണ്ണ മെഡലുകൾ നേടി? 7 സ്വർണം. അണ്ടർ-20 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടന്നിട്ടുള്ളത് ദുബായിലാണ്. ദുബായിൽ ഏപ്രിൽ 24 മുതൽ ഏപ്രിൽ 27 വരെയായിരുന്നു. ഇതിൽ ഇന്ത്യക്ക് 7 ഗോൾഡ്, 11 സിൽവർ, 11 ബ്രോൺസ് ആണ് ലഭിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ നിന്ന് 60 പേരാണ് പങ്കെടുത്തിട്ടുള്ളത്. ഈ 60 പേരിൽ 31 പുരുഷന്മാരും 29 വനിതകളായിരുന്നു. ടോട്ടൽ മെഡൽ എന്ന നിലയിൽ ഏറ്റവും ടോപ്പ് ലെവൽ എത്തിയിട്ടുള്ളത് ചൈനയാണ്. ചൈനയ്ക്ക് 16 ഗോൾഡ്, 10 സിൽവർ, 3 ബ്രോൺസ് ആണ് ലഭിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്ത്യക്ക് 7 ഗോൾഡ്, 11 സിൽവർ, 11 ബ്രോൺസ് നേടിക്കൊണ്ട് 2ാം സ്ഥാനത്താണ് ഇന്ത്യ. കഴിഞ്ഞ വർഷം ഇതേപോലെ നടന്നിട്ടുള്ള ഏഷ്യൻ അണ്ടർ-20 അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ അന്ന് ഇന്ത്യക്ക് 6 ഗോൾഡ്, 7 സിൽവർ, 6 ബ്രോൺസ് ആണ് ലഭിച്ചത്. അതായത് 19 മെഡൽസ്. ഇന്ത്യ അന്ന് 3ാം സ്ഥാനത്തായിരുന്നു. ജപ്പാൻ, ചൈന, അതിനുശേഷം ഇന്ത്യ. എന്നാൽ ഈ വർഷം ഇന്ത്യ 2ാം സ്ഥാനത്താണ്. അതായത് ഇന്ത്യക്കൊരു മുന്നേറ്റമാണ് വന്നിട്ടുള്ളത് സ്പോർട്സ് മേഖലയിൽ. 21ാമത്തെ അണ്ടർ-20 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടന്നിട്ടുള്ളത് ദുബായിലാണ്. 2024 ഏപ്രിലിൽ ധനമന്ത്രാലയത്തിൽ നിന്ന് അംഗീകൃത സാമ്പത്തിക ഓപ്പറേറ്റർ പദവി ലഭിച്ചത് ഏത് മേഖലയ്ക്കാണ്? ജെം ആൻഡ് ജ്വല്ലറി മേഖല.
ഓതറൈസ്ഡ് എക്കണോമിക് ഓപ്പറേറ്റർ എന്ന സ്റ്റാറ്റസ് ലഭിച്ചിരിക്കുകയാണ് ജെം ആൻഡ് ജ്വല്ലറി സെക്ടർ. ഫിനാൻസ് മിനിസ്ട്രി ആണ് ഈ ഒരു സ്റ്റാറ്റസ് നൽകിയിട്ടുള്ളത്. അതായത് ജെം ആൻഡ് ജ്വല്ലറി സെക്ടേഴ്സിന് ഇപ്പോൾ ഈ സ്റ്റാറ്റസ് ലഭിച്ചതിലൂടെ ഉണ്ടായിട്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടിംഗ് അതുപോലെ തന്നെ എക്സ്പോർട്ടിംഗ് ഏറ്റവും ഈസി ആക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റാറ്റസ് ആണ് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ എന്തെങ്കിലും കസ്റ്റംസ് ആയി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പോലും അതിനെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം കൂടിയാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഈ സ്റ്റാറ്റസിന്റെ പുതിയ സ്റ്റാറ്റസ് ലഭിച്ചിട്ടുള്ളത്. ഈ സ്റ്റാറ്റസ് ലഭിച്ചതിന് ശേഷം ആദ്യത്തെ ഒരു കമ്പനി നേടിയിട്ടുള്ളത് ഏഷ്യൻ സ്റ്റാർ ആണ്. ഇത് ഡയമണ്ട് മാനുഫാക്ചറിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ഏഷ്യൻ സ്റ്റാർ. ജെം ആൻഡ് ജ്വല്ലറി സെക്ടറിനാണ് ഓതറൈസ്ഡ് എക്കണോമിക് ഓപ്പറേറ്റർ എന്ന സ്റ്റാറ്റസ് ലഭിച്ചിട്ടുള്ളത്. ഇത് നൽകിയിട്ടുള്ളത് ഫിനാൻസ് മിനിസ്ട്രിയാണ്, അതായത് ധനമന്ത്രാലയമാണ്. ഇന്നലെ ഏപ്രിൽ 29 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരാണ്? ഇതിന്റെ ഉത്തരം ഷഹബാസ് ഷെരീഫ്. 2024 മാർച്ച് 4 മുതലാണ് ഷഹബാസ് ഷെരീഫ് പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ളത്. ഇഷാഖ് ദർ ആണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ. അസീഫ് അലി സർദാരിയാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ്. ജേഡ്സ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡ്സ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. പെൺകൂട്ട് വനിതാ ഫിലിം സൊസൈറ്റി എന്ന പേരിൽ ഒരു ഫിലിം സൊസൈറ്റി 2024 മെയ് 1 കേരളത്തിലെ ഏത് ജില്ലയിലാണ് തുറക്കുന്നത്? കോഴിക്കോട്. 2024 ഏപ്രിലിൽ ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെന്റ് ഏജൻസിക്ക് ഇന്ത്യൻ സർക്കാർ നൽകിയ ഏറ്റവും പുതിയ അംഗീകാരം എന്താണ്? നവരത്ന പദവി. 2024 21ാമത് അണ്ടർ-20 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ എത്ര സ്വർണ്ണ മെഡലുകൾ നേടി? 7 സ്വർണം. ആദ്യമായി 2024 പൊതു തിരഞ്ഞെടുപ്പിൽ തങ്ങളുടെ ആദ്യ വോട്ട് ഫ്രാഞ്ചൈസ് ചെയ്ത ഏത് സംസ്ഥാനത്തു നിന്നാണ് ബ്രൂ കുടിയേറ്റക്കാർ? ത്രിപുര. 2024 ഏപ്രിലിൽ ധനമന്ത്രാലയത്തിൽ നിന്ന് അംഗീകൃത സാമ്പത്തിക ഓപ്പറേറ്റർ പദവി ലഭിച്ചത് ഏത് മേഖലയ്ക്കാണ്? ജെം ആൻഡ് ജ്വല്ലറി മേഖല. ഇന്ന് ഏപ്രിൽ 30 ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് സ്പേസ് ഏജൻസി? ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി ഏത് ബഹിരാകാശ ഏജൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ അറിയാനുള്ള ഒരു ആകാംക്ഷയാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ കാര്യം. അപ്പം അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ദിവസം കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാക്കിയെടുക്കുക. അത് ഏത് മേഖലയായിക്കോട്ടെ, തീർച്ചയായിട്ടും നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.